PMEGP വഴി ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങിയ ഒരാളാണ് ഇടുക്കി മുല്ലക്കാനത്തെ ബാബു. ലാഭകരമായി ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ ബാബുവിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. റിപ്പോർട്ട് കാണാം. ഏതു വിഭാഗം സംരംഭകർക്കും ആശ്രയിക്കാവുന്ന മികച്ച വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ PMEGP. ഈ പദ്ധതിയുടെ ഗുണഭോക്താവാണ് ഇടുക്കി രാജാക്കാട് മുല്ലക്കാനം ആനപ്പാറ സ്വദേശിയായ വെട്ടിക്കാട്ട് VV ബാബു. PMEGP പദ്ധതി പ്രയോജനപ്പെടുത്തി ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് ബാബു വാങ്ങിയത്. ഇതിനായി 3,50,000 രൂപ ഫെഡറൽ ബാങ്ക് രാജാക്കാട് ശാഖയിൽ നിന്ന് വായ്പയായി ലഭിച്ചു. 35% സബ്സിഡി ഇതിന് ലഭിക്കുമെന്നുള്ളതാണ് ഈ സംരംഭകന്റെ സന്തോഷം. ഞാൻ കഴിഞ്ഞ 18 വർഷമായിട്ട് ഇവിടെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ഡീസൽ വണ്ടിയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വണ്ടിയിലും എനിക്ക് ഡീസലായതുകൊണ്ട് വലിയ കാര്യമായ മെച്ചമുണ്ടായില്ല. ഇത്തവണ പ്രധാനമന്ത്രിയുടെ PMEGP സ്കീമിൽ ഞാൻ ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് അപേക്ഷ വെക്കുകയും എനിക്ക് ആ ഓട്ടോറിക്ഷ കിട്ടുകയും ചെയ്തു. അത് എന്റെയും കുടുംബത്തിന്റെയും കൂടെ പേരിലാണ് അപേക്ഷ വെച്ചത്. ഞങ്ങൾക്ക് 35% സബ്സിഡി PMEGP കിട്ടി. ഈ വണ്ടിക്ക് 4 ലക്ഷം രൂപയാണ് വില. അതിൽ 35% സബ്സിഡി 1,37,840 രൂപ അനുവദിച്ചതിന്റെ പേപ്പർ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഡീസൽ വണ്ടി ഓടിച്ച് എനിക്ക് യാതൊരു പൈസയും മിച്ചമില്ലായിരുന്നു. ഇപ്പം ഈ ഒരു വർഷം കൊണ്ട് ഓരോ ദിവസവും ഒരു നിശ്ചിത പൈസ എനിക്ക് എന്റെ ജീവിത ചെലവിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതി വളരെ ഗുണകരമാണ്. എന്നെപ്പോലെ സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വളരെ ഗുണപ്രദമാണ്. മുല്ലക്കാനം സ്റ്റാൻഡിൽ നിന്നും സമീപ ഗ്രാമങ്ങളിലേക്ക് ഓട്ടോറിക്ഷ ഓടിച്ച് ബാബു ഇപ്പോൾ വരുമാനം നേടുന്നു. 2008 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാനപ്പെട്ട വായ്പാ പദ്ധതിയാണിത്. പുതുസംരംഭകർക്ക് നിർമ്മാണ സേവന സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പരിധിയില്ലാതെ വായ്പ നൽകുവാനാണ് പദ്ധതി ഉദ്ദേശിക്കുന്നത്. വായ്പയ്ക്ക് മാത്രമാണ് പരിധിയില്ലാത്തത്. സബ്സിഡിക്ക് നിശ്ചിത പരിധിയുണ്ട്. അതായത് എത്ര തുകയുടെ വായ്പ എടുത്താലും നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് 50 ലക്ഷം രൂപ വരെയും സേവന സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം രൂപ വരെയും സബ്സിഡി ലഭിക്കും. സബ്സിഡിയുടെ നിരക്ക് ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംരംഭകർക്ക് 35%. ഇടുക്കിയിൽ ബാബുവിനെ പോലെ സേവന സംരംഭ മേഖലയിൽ PMEGP പദ്ധതി പ്രകാരം നിരവധി പേർ ആനുകൂല്യം നേടി. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.